എന്റെ എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും തീർന്നങ്ങളെ ഈ അമൽ ചെയ്തപ്പോൾ ജീവിതത്തിൽ വലിയ റാഹത്തുണ്ടായി. എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിനും സിഹറിനും ഈ ഒരു ഇല കൊണ്ടുള്ള അമല് മതി. എല്ലാ സിഹറിന്റെ കെട്ടുകളും പൊട്ടിപ്പോകും. സിഹർ ശരീരത്തിൽ ഇരുന്ന് കരിഞ്ഞില്ലാതെയാണ്. മൂർത്തികൾ ശരീരത്തിൽ നിന്ന് നശിക്കും. കൈവിഷം എന്റെ വയറിൽ നിന്ന് കരിഞ്ഞില്ലാതെയാണ്. ഒരു അത്ഭുത അമല്. എല്ലാവരും വീഡിയോ കണ്ട് പരിപൂർണമായി കണ്ട് ഈ അമലിനെ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുത്തുമണികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് കുറേ ആളുകൾ സങ്കടം പറയുന്ന ഒരു വിഷയമാണ്. തങ്ങളെ സിഹർ സംബന്ധമായി വർഷങ്ങളായി പ്രയാസത്തിലാണ്, പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിലാണ്, ശൈത്വാനിയത്തിന്റെ പ്രയാസങ്ങളിലാണ്. കൈവിഷ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, എൻ്റെ ശരീരത്തിൽ മൂർത്തിയുടെ പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ ഒഴിഞ്ഞു പോവാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്? വർഷങ്ങളായി ഇത്തരം പ്രയാസങ്ങളിലാണ്. ചെയ്യാത്ത വൈദ്യങ്ങളില്ല, ചെയ്യാത്ത ചികിത്സകളില്ല. കാണാത്ത ഡോക്ടർമാരോ ഇതുപോലുള്ള തങ്ങന്മാരോ ഇങ്ങനെ ചികിത്സ ചെയ്യുന്ന, ആത്മീയമായി ചികിത്സ ചെയ്യുന്ന ഇത്തരം ആളുകളെ കാണാത്തവരില്ല. ഇത്രയും സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ സിഹർ ബാത്തിലായിട്ടില്ല. എൻ്റെ ഈ ഒരു പൈശാചികമായിട്ടുള്ള ഉപദ്രവം നീങ്ങിയിട്ടില്ല. ഇപ്പോഴും വലിയ ഉപദ്രവമുണ്ട്. നിസ്കരിക്കാൻ കഴിയുന്നില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, ഇബാദത്തെടുക്കാൻ കഴിയുന്നില്ല, എല്ലാത്തിനും ഒരു മടി, ജോലി ചെയ്യാൻ കഴിയുന്നില്ല, എപ്പോഴും ഒരു ക്ഷീണം, എപ്പോഴും ഉറക്കം. തടിക്ക്, ചുരുക്കി പറഞ്ഞ തടിക്കൊരു ഷാറില്ല. അങ്ങനെ സങ്കടം പറയുന്നവരുണ്ട്. എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവവും നിന്റെ ശരീരത്തിലിരുന്ന് കരിഞ്ഞു പോകും. അത്ഭുതമല്ലാണ്. എത്രയും ഉറപ്പ് പറയാൻ കാരണം, കുറേ ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അമല് ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ തടിക്ക് വലിയ റാഹത്തുണ്ട്. റാഹത്തായത് എന്തുകൊണ്ടാണ്? തടിയിൽ ഒരു പൈശാചികമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് നീങ്ങിയപ്പോഴാണ് അവർക്ക് റാഹത്ത് തോന്നിയത്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അമല് ചെറുതാണ്. അനുഭവസ്ഥർക്ക് അനുഭവ വെളിച്ചത്തിൽ അവര് വെളിപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ നിന്റെ ഭൂമിയിൽ നിന്നും ഇത്തരം വരുത്തുപോക്കുകള്, ബ്രഹ്മരശസ്സുകള്, സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങള്, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങള് ഭൂമിയിൽ നിന്നും ഇല്ലാതെയാകും. എല്ലാത്തിനും വേണ്ടത് ഈ ഒരു അമലാണ്. നമുക്ക് പഠിക്കാം ഏതാണ് അമൽ, എന്തുകൊണ്ടാണ് ഈ അമൽ ചെയ്യേണ്ടത്, നമുക്ക് പഠിക്കാം. പക്ഷെ അത് കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിച്ചു നീട്ടിക്കൊണ്ട് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. ഏതാണ് അമൽ? അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെ മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നോട്ടുണ്ട് തങ്ങളെ വീട്ടിലുണ്ടാവും എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഇൻഷാ അല്ലാഹ് ശനിയും തിങ്കളും വീട്ടിലുണ്ടാകും. ഈ 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ശനിയും തിങ്കളും രാവിലെ തൊട്ട് ഉച്ച വരെ 2 മണി വരെ വീട്ടിലുണ്ടാകും. ആ സമയം കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവില്ല. കാരണം റമദാൻ അല്ലാത്ത സാഹചര്യങ്ങളിൽ, ദിവസങ്ങളിൽ 180ഉം 200ഉം ആളുകളാണ് നമ്മുടെ അടുത്തേക്ക് സങ്കടം പറഞ്ഞ് ശനിയും തിങ്കളും നേരിട്ട് സമീപിക്കുന്നവരുണ്ട്. തങ്ങളെ വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വിളിക്കുന്നവരുണ്ട്. റമദാനിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും ഈ ഒരു സമയത്തിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. വരുന്നവർ, ഇത്തരം പ്രയാസങ്ങളുള്ളവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വരുന്നവര് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. എല്ലാ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും അല്ലാഹു തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ നമുക്ക് പറയാം, അല്ലേ? എല്ലാം റെഡിയല്ലേ? നിങ്ങൾ എടുക്കേണ്ടത് അരൂധ. കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അരൂധയുടെ ഇല വലിയൊരു ഔഷധ ചെടിയാണ് അരൂധ. വലിയ ഔഷധ ചെടിയാണ്.
അങ്ങനെയുള്ള ഔഷധ ചെടികളിൽ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ചെടിയാണ് അരൂധ. അതിൻ്റെ ഇല കുട്ടികൾക്ക് അപസ്മാരത്തിന് എണ്ണയുണ്ടാക്കാറുണ്ട്, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാറുണ്ട്. ചൊറിച്ചിൽ പോലുള്ള രോഗങ്ങൾക്ക് നമ്മളിതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അരൂധയുടെ ഇല എടുക്കുക, അതിൻ്റെ ഇല എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ ഈ അരൂധയുടെ ഇല ബെസ്റ്റാണ്. പിശാച് അടുക്കൂല. ഇത്രം ഇലകളോട് പിശാചിന് വലിയ വെറുപ്പാണ്. അങ്ങനെ കുറേ ഇലകളുണ്ട്, അതിൽപ്പെട്ട ഒരു ഇലയാണ് അരൂധ. ആ അവസ്ഥയിലേക്ക് പിശാച് അടുക്കാൻ കഴിയൂല. ഒച്ചിന്റെ മുകളിലേക്ക്, നമ്മൾ കൊച്ചി എന്നൊക്കെ പറയും അല്ലേ, അതിന്റെ മുകളിലേക്ക് കല്ലുപ്പിട്ട ഉപ്പിട്ട എങ്ങനെ അലിഞ്ഞു പോകൂലേ, അതുപോലെ അലിഞ്ഞു പോകും. മൂർത്തികൾക്കൊന്നും ഈ ഇലയെ തൊട്ട് എടുക്കാൻ കഴിയൂല, അത്രയും സംരക്ഷണം. ഈ ഇല എടുത്തുകൊണ്ട് ചെറിയ രൂപത്തിലൊന്ന് ഉണക്കാം, വലിയ രൂപത്തിൽ ഉണക്കരുത്, ചെറിയ രൂപത്തിൽ ഉണക്കി ചുവപ്പ് പട്ടെടുക്കുക. കോട്ടന്റെ ചുവപ്പ് ചെറിയൊരു കഷ്ണം പട്ടെടുക്കുക. അതിലേക്ക് ചെറിയ വാടിയ നമ്മൾ ഇങ്ങനെ ഉണക്കിയ ഈ അരൂധയുടെ ഇല ഫില്ല് ചെയ്ത് എന്നിട്ട് തുന്നി പിടിപ്പിക്കുക. ഏലസ് രൂപത്തിലാക്കുക, ചെറിയ കെട്ടാക്കുക. ഏലസ് രൂപത്തിൽ ചെറിയ കെട്ടാക്കിയിട്ട് എന്നിട്ട് തുന്നി പിടിപ്പിച്ചു, കറുത്ത നൂല് കൊണ്ട് തുന്നി പിടിപ്പിക്കുക. ഒരു ചെറിയ കെട്ടാക്കിയതിന് ശേഷം ഒരു 3 നൂല് ഇങ്ങനെ എടുക്കുക. 3 ചെറിയ നൂലിൻ്റെ കഷ്ണം, ചരടിൻ്റെ കഷ്ണം, കറുപ്പ് ചരടിൻ്റെ കഷ്ണം. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഈ കെട്ടിൻ്റെ ഫസ്റ്റ് ഭാഗത്ത്, തലഭാഗത്ത് ഇങ്ങനെ ഒരു കെട്ട് മുറുക്കാതെ ഇങ്ങനെ കെട്ടി വെക്കുക. എന്നിട്ട് അതിലേക്ക് 21 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുക. 21ാമത്തെ പ്രാവശ്യം ശ്രദ്ധിച്ചു കേട്ടോ 21ാമത്തെ പ്രാവശ്യം ഈശ്വി എന്ന് 3 പ്രാവശ്യം ഈശ്വി എന്ന് മന്ത്രിച്ച് കെട്ട് മുറുക്കുക. അങ്ങനെ മുറുക്കുക. അപ്പോൾ ടൈറ്റായി. ഒന്നും കൂടി വേണമെങ്കിൽ കെട്ടാം. എന്നിട്ട് 3 പ്രാവശ്യം കെട്ടിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. 2ാമത്തെ ചരടെടുത്തിട്ട് നമ്മളൊരു ചുവന്ന കെട്ടുണ്ടാക്കിയില്ലേ, അരൂധയുടെ ഇല ഇട്ടിട്ട് ഫില്ല് ചെയ്ത് ചുവന്ന കെട്ടുണ്ടാക്കി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കെട്ട്. എന്നിട്ട് 21 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി, അവസാനത്തെ പ്രാവശ്യം ഓതി ഇശ്വി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഇതിൽ മന്ത്രിച്ച് കെട്ടി ടൈറ്റാക്കി. 3 പ്രാവശ്യം കെട്ടി ടൈറ്റാക്കി ഇതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്യും. അവസാനത്തെ നൂലെടുത്ത് അതുപോലെ തന്നെ അതിൻ്റെ തലഭാഗത്ത് 3 കെട്ട് കെട്ടിവെക്കുക. ഇത് ടൈറ്റാക്കി കെട്ടിവെച്ചതിന് ശേഷം ഇത് ചരടിൽ കോർത്ത് അരഭാഗത്തോ അല്ലെങ്കിൽ കൈയിൻ്റെ മസിൽ ഭാഗത്തോ ധരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിലുള്ള പിശാചുക്കളെ കരിഞ്ഞു പോകും. അത് സിഹർ സംബന്ധമായി വന്ന പിശാചാണെങ്കിലും, എല്ലാം മൂർത്തികളെ വിട്ട് പ്രയാസപ്പെടുത്തിയ പിശാചാണെങ്കിലും, എല്ലാ ഭൂമി സംബന്ധമായ പിശാചാണെങ്കിലും, കയറിക്കൂടിയ പിശാചാണെങ്കിലും, ഏതു തരം പൈശാചികമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും ആ ശരീരത്തെ തൊട്ട് അത് വിദൂരത്താകും. ആ ശരീരത്തിലിരുന്ന് അത് കരിഞ്ഞ് ഇല്ലാതെയാകും. പിന്നീട് ഒരിക്കലും ആ ശരീരത്തിലേക്ക് അത് അടുക്കൂല. ചില ആളുകൾ ചോദിക്കും, സംശയം ഉണ്ടാവും, ഏലസിൽ നിറച്ച് കെട്ടാൻ പറ്റും? ഏലസിൽ നിറച്ച് കെട്ടും ചെയ്യാം. അമല് ചുവന്ന പട്ട്, കോട്ടന്റെ പട്ടിലാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഭൂമിയിലേക്ക് അടുക്കാതിരിക്കുക, നമ്മളെ താമസ സ്ഥലത്തേക്ക് അടുക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഉടയുന്ന ചെറിയൊരു കുപ്പി എടുക്കുക, പൊട്ടുന്ന കുപ്പി എടുക്കുക. അതിലേക്ക് 4 ഭാഗത്തെ മണ്ണ് ഓരോ പിടി എടുക്കുക. നമ്മളെ ഭൂമിയിലെ 4 ഭാഗത്ത്, ഞങ്ങൾ വാടക വീട്ടിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. എടുത്തിട്ട് ഓരോ പിടി 4 പിടി ഉണ്ടാവില്ല, ഓരോ പിടി മണ്ണിലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ 3 യാസീനോട് ഓരോ മുബീനത്തുമ്പോഴും ഈ മണ്ണിൽ മന്ത്രിക്കുക. ഇശ്വി എന്ന് മന്ത്രിക്കുക. എന്നിട്ട് ആ കുപ്പിയിലേക്ക് ആ മണ്ണിടുക. മറ്റതിനേക്കായി ഒന്ന് ഉണക്കി പൊടിച്ചതിന് ശേഷം ഈ കുപ്പിയിൽ ഫില്ല് ചെയ്യുക. പരിപൂർണമായിട്ട് ഇട്ട് 4 ഭാഗത്ത്, ഭൂമിയുടെ 4 ഭാഗത്ത് കുഴി ഒഴിക്കുക. കുറച്ച് ആയത്തിൽ കുഴി ഒഴിച്ചതിന് ശേഷം ഓരോ കുപ്പി പോയി
4 എൻഡില് മൂലയിൽ കുപ്പി വെക്കുക, ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, ഓരോ കുപ്പി മണ്ണിട്ട് മൂടുക. അങ്ങനെ ചെയ്താൽ ആ ഭൂമിയിലേക്ക് ഒരു വരുത്തുപോക്കും, ഒരു പൈശാചികമായിട്ടുള്ള തേരോട്ടവും ആ ഭൂമിയിൽ ഉണ്ടാവില്ല. പിശാചുക്കള് ആ ഭൂമിയെ തൊട്ട് വിദൂരത്താക്കും. ഈ സിഹർ ചെയ്തുകൊണ്ട് ആര് അയച്ചതാണെങ്കിലും ആ ഭൂമിയിൽ അടുക്കും. എല്ലാ ഭൂമിയിൽ കാലങ്ങളായിട്ട് പൈശാചിക സാന്നിധ്യമുണ്ട്, ആ ഭൂമിയിൽ താമസിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഭൂമിയാണെങ്കിലും പിശാചി ഇല്ലാതെയാകും, കരിഞ്ഞു പോകും. ഇത്രയും പവറാണ് ഈ ഒരു അരൂതയുടെ ഇല. പൈശാചികമായിട്ടുള്ള സാന്നിധ്യം അടുക്കൂല. ആ പിശാചിന് അവിടെ നിൽക്കാൻ കഴിയൂല. ഇതിന്റെ മണം, അതിൻ്റെ ഒന്നും പിശാചിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഇൻഷാ അല്ലാഹ് ഈ ഇല കൊണ്ട് ഇങ്ങനെ അമൽ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോരോ അമലുകൾ ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയാറുണ്ട്. അത് ഹൃദയത്തോട് വെച്ച് സ്വീകരിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു വലിയ ശിഫാ കൊടുക്കട്ടെ. ഈ അമല് ജീവിതത്തിൽ വലിയതായി എഫക്റ്റ് ചെയ്യട്ടെ. സ്വീകരിക്കുന്നവരെല്ലാവർക്കും അല്ലാഹു വലിയ ഉത്തരം കൊടുക്കട്ടെ, വലിയ ശിഫ കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ എന്നും ഉണ്ടാകുന്ന 5:45 മജ്‌ലിസ് റമളാനിൽ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങും. എല്ലാവരും പങ്കെടുക്കുക. സിഹർ ഏറ്റവർ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ബാത്തിലായവരുണ്ട്, പൈശാചികമായ സാന്നിധ്യങ്ങളുള്ളവർ മജ്‌ലിസിൽ പങ്കെടുത്ത് വലിയ റാഹത്ത് ലഭിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കും. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. لما ظهر تاج الكبرى كنز الفقراء غوث البشر زين الملل عين العدل جمل الليل عم البشرى.